കുറച്ച് ദിവസമായില്ലേ ധർമ്മസ്ഥല വിഷയത്തിൽ സംസാരിച്ചിട്ട്. കുറേ പേര് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് അധർമ്മസ്ഥല എന്നുള്ള ആ ഒരു ടൈറ്റിൽ എടുത്ത് മാറ്റിയെന്നുള്ളത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇൻസ്ട്രക്ഷനൊന്നും ഇല്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, വീഡിയോ ചെയ്യാൻ പാടില്ല, ചെയ്ത വീഡിയോ പുൾ ഡൗൺ ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെ പേര് നാലാൾ അറിയട്ടെ. അവിടെ നടക്കുന്ന അധർമ്മമാണ്, ധർമ്മസ്ഥലയിലാണത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ടൊരു അപ്ഡേറ്റ് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകൾ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റ് അവിടെ പോയി ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നില്ല, എന്നാലും അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു നിങ്ങൾ കേൾക്കുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു കാര്യമായിട്ട് കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. കാരണം ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയ ബാക്കി അവശിഷ്ടങ്ങളും അസ്ഥികൂടും അങ്ങനത്തതൊന്നും കിട്ടിയിട്ടില്ല, ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ധർമ്മസ്ഥല ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അവിടുത്തെ ലോഡ്ജുകളുണ്ട്, അതിനെ ചുറ്റിപ്പറ്റി അവിടെ ഒരുപാട് വൃത്തികെട്ട സംഗതികൾ ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞു. മേ ബി ഇത് ഇഷ്യൂ ആരും അഡ്രസ്സ് ചെയ്യാതെ പോയാൽ ഇനിയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു എന്താ പറയുക കുഴിച്ചിടലും കൂട്ടക്കൊലയും പരിപാടികളൊക്കെ ഇത് ചുറ്റിപ്പറ്റി കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ ലോഡ്ജ് ചുറ്റിപ്പറ്റിയിട്ട് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് SIT അന്വേഷിക്കണം എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. ഓക്കെ, ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോഡ്ജുകൾ ചുറ്റിപ്പറ്റി ദുരൂഹത ഉണ്ട്. ലോഡ്ജുകളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തും അവിടെ വന്ന അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ആളുകളെ ട്രാപ്പ് ചെയ്തും ഒക്കെ കുറേ അങ്ങനത്തെ കൊലപാതകങ്ങൾ നടന്നോന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ ഹോസ്പിറ്റൽ, അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലൊക്കെ ചുറ്റിപ്പറ്റി ഈ അവയവക്കടത്ത് പോലത്തെ പരിപാടികളും അവിടെ നടന്നിട്ടുള്ളൂ എന്നുള്ളൊരു സംശയം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സംഗതികളെയും കണക്ട് ചെയ്യുന്നൊരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേരുടെ തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ ഒരു സംശയം സ്ട്രോങ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SITക്ക് ഒരു സ്പെഷ്യൽ പവർ കിട്ടുന്നു. അത് SIT അവിടെ പ്ലാന്റഡ് ആയി ധർമ്മസ്ഥലയിൽ അവർക്കൊരു പോലീസ് എന്താ പറയുക സ്റ്റേഷൻ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ കർണാടക ഗവൺമെൻറ് ചെയ്തു കൊടുത്തു, വിച്ച് ഈസ് ഗുഡ്. പിന്നെ ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത 13ാമത്തെ പോയിന്റിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല, എത്തിക്കുന്നില്ല, അവിടെ ചെല്ലുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പോയിന്റ് നമ്പർ 13 അതാണ് ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് പരിശോധിക്കാതെ SIT മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പം അമ്പലത്തിൻ്റെ പ്രിമൈസിൽ കയറിയിട്ട് SIT എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ D ഗ്യാങ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ അവിടെ ചെന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ D ഗ്യാങ്ങിനെ ഒന്നും കൂടി പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ മതവികാരം വ്രണപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എനിക്കറിയില്ല SIT എങ്ങോട്ടാണ് ഈ പോകണമെന്നുള്ളത്. ഇതുവരെ കറക്റ്റ് ട്രാക്കിലാണ്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ പ്രമൈസിൽ കയറുമ്പോൾ സംഗതികൾ എസ്കലേറ്റ് ആവും, അതിൽ വേറെ കുറേ എലമെൻറ്റുകൾ വരും. ഐ ഡോണ്ട് നോ, അതിലെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു ഫിഷി ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതെന്താ അവരങ്ങനെ 13ാമത്തെ പോയിന്റ് വിട്ടിട്ട് അമ്പലത്തിൻ്റെ ചുറ്റുപാടും കയറിയ കാരണം എന്താണെന്നുള്ളത് അതും എനിക്കൊരു ഡൗട്ട്ഫുൾ എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു മേജർ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ ബാഹുബലി ബെട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് ഞാൻ ആദ്യം സംസാരിച്ച സൗജന്യ കേസിൽ അതിലെ പ്രതി എന്ന് അവരാരോപിച്ച ആ വ്യക്തിയെ അവർ പിടിക്കുന്നത് ഈ ബാഹുബലി സ്റ്റാച്യൂയുടെ അടിയിൽ നിന്നാണ്, ബാഹുബലി ബെട്ട. ഓക്കെ, അപ്പോൾ ഈ ബാഹുബലി ഹിൽസ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഈ ബാഹുബലി സ്റ്റാച്യു ഉള്ള സ്ഥലത്തിൻ്റെ അടുത്ത്, അതായത് അമ്പലത്തിൻ്റെ ചുറ്റുപാടിൽ അവിടെ ഒരു ബോഡി ഉണ്ടോ, അങ്ങനെ ഒരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അവിടുത്തെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് ഇപ്പോൾ SIT പോകുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം, ഇപ്പോൾ SIT പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊന്നും മീഡിയാസിന് SIT കൊടുക്കുന്നില്ല. ഓക്കെ, മീഡിയാസിന് ഒരു സ്ഥലം എക്സാമിൻ ചെയ്തു, അവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇപ്പോൾ അവർ പുറത്ത് വിടുന്നില്ല, ഫോറൻസിക് റിപ്പോർട്ട് പുറത്ത് വരുന്നില്ല. സോ അതൊക്കെ ഡൗട്ട്ഫുള്ളാണ്. ഫൈൻ,
ഈ റീസെന്റ് ഇഷ്യൂസിന്റെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. മൃതദേഹാവശിഷ്ടങ്ങൾ തേടി പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രഭൂമിയിൽ കടന്നു. ബാഹുബലിപേട്ടയിലായിരുന്നു പരിശോധന. 2015 മധുവിധു ആഘോഷിക്കാനെത്തിയ വധൂവരന്മാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ അടക്കം ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ഇടത്തായിരുന്നു പരിശോധന. വധുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി. 1:30-യോടെയാണ് സംഘം സർവ്വസന്നാഹവുമായി ക്ഷേത്രഭൂമിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയിടത്ത് JCB ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. ഇതിനിടയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ രംഗത്തെത്തി. തന്റെ വീടിനു സമീപമാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നിവർ SITക്ക് മൊഴി നൽകി. മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും വെള്ളം ചോദിച്ചുവെന്നും മൊഴിയുണ്ട്. ധർമ്മസ്ഥല കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്ക് പ്രത്യേക അധികാരം നൽകി സർക്കാർ. പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. വിചാരണ വേളയിൽ നിയമക്കുരുക്കുൾപ്പെടെ ഒഴിവാക്കാനാണ് നിർണായക തീരുമാനം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അടയാളപ്പെടുത്താത്ത വനത്തിനകത്ത് പോയിന്റ് 11A-യിൽ നിന്നാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടം, തലയോട്ടി, 60ഓളം അസ്ഥികൾ എന്നിവയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. 6-ാം പോയിന്റിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് SITയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അവസാന ഘട്ടത്തിൽ മാത്രമേ അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടൂ. നിലവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. അതായത് ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലമല്ലാതെയും കുറച്ച് സ്ഥലങ്ങളിൽ കയറി ചെന്ന് SIT അവര് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാറും യൂസ് ചെയ്തു എന്ന് തോന്നുന്നു. എന്താണെങ്കിലും അവരവരുടെ കയ്യിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഇയാൾ മാർക്ക് ചെയ്ത് കൊടുക്കാത്ത സ്ഥലത്ത് നിന്ന് എന്തെടുത്തിട്ടുണ്ട്, അവശിഷ്ടങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതും റീസെൻ്റ്ലി എന്താ പറയുക, കുഴിച്ചു മൂടിയ അവശിഷ്ടങ്ങളുടെ ഭാഗം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയത് എവിടെയോ ഈ സാധനം എനിക്ക് ഭയങ്കര ദുരൂഹത തോന്നുന്നുണ്ട്. ഈ സാധനം ഇത് കണക്ട് ചെയ്യുന്നത് അന്നൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് ഒരു ചങ്ങായി വന്ന് നിന്നിട്ട് മറ്റേ പൊതു ശ്മശാനമാണ് ശവപ്പറമ്പാണെന്നുള്ള സ്കീമിലേക്ക് കുറച്ച് സാധനങ്ങൾ അടിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി അയാളെ പണി നിർത്തിപ്പോയതിന് ശേഷമുള്ള വർഷങ്ങളിലും അവിടെ ഇതേപോലെ മൃതദേഹങ്ങൾ വന്നിട്ടുണ്ടെന്നും അത് കുഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കാര്യങ്ങൾ പോയാൽ, അയാൾ ചൂണ്ടിക്കാണിക്കാത്ത സ്ഥലത്തുനിന്നും പറഞ്ഞത് മൃതദേഹങ്ങൾ കിട്ടിയാൽ ഇവർക്കിത് പെട്ടെന്ന് കൂട്ടിക്കെട്ടാൻ പറ്റും. പിന്നെ ഈ UTR നമ്പർ അത് ഇത് ഗവൺമെൻറ് മറ്റത് മറിച്ചത് പോലീസുകാർ കാണിച്ചു കൊടുത്താണ് UTR നമ്പർ ഉണ്ട്, അനാഥ മൃതദേഹമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ വോട്ട് ഐഡൻറ്റിറ്റി വരെ ഇവന്മാർ ഫേക്ക് അടിക്കുന്നു. ആ ഇവന്മാർക്കാണ് ഇനി ഒരു UTR നമ്പറും പിന്നെ ഈ സാധനങ്ങളും ഉണ്ടാക്കാൻ അത്ര വലിയ പാട്. എനിക്ക് എവിടെയോ ഇതിലൊക്കെ ഭയങ്കരമായുള്ള ദുരൂഹത എനിക്ക് മണക്കുന്നുണ്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എന്താവും എന്നറിയോ? ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞതല്ലേ, ഇവിടെ ധർമ്മസ്ഥലം ഒരു അമ്പലമാണ്, ഫ്രീ ആയിട്ട് അന്നദാനം കിട്ടും, ആളുകൾക്ക് കിടക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ വരും, ചിലർ മരണപ്പെടും, അപ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടും. ഈ സെറ്റപ്പ് അതേപോലെ ധർമ്മസ്ഥലമാണ്, ഇതൊരു പുണ്യഭൂമിയാണ്, ഇവിടെ നിന്ന് മരിക്കണം എന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ സ്വയം അങ്ങോട്ട് ആത്മഹത്യ ചെയ്യും. ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പ് പറഞ്ഞിട്ട് ഈ സാധനം വഴി തിരിച്ച് പോവോന്നൊരു സംശയം. ഓക്കെ, എന്താണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ലോഡ്ജുകൾ ചുറ്റിപ്പറ്റിയിട്ട്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുപോറുള്ള ലോഡ്ജുകളിൽ പല വിധത്തിലുള്ള മോശം പ്രവർത്തികളും നടക്കുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ട് ആളുകൾ പുറത്ത് പറയുന്നില്ലെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവിടെ ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ റൂമെടുത്ത് താമസിച്ചപ്പോൾ ഉണ്ടായൊരു ദുരനുഭവം ഒരു വ്യക്തി പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വന്ന സമയത്ത് അവർക്ക് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് അവരവിടെ ധർമ്മസ്ഥലയിൽ ഇറങ്ങി നിന്നു. അവിടെ ലോഡ്ജിൽ നിന്ന് അന്ന് അനുഭവിച്ചൊരു മോശമായൊരു അനുഭവം, തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു എന്നാണ് അവരിപ്പോൾ പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് സ്ത്രീകളും കുട്ടികളുമായിട്ട് വരുന്ന ആളുകളെ ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് നോട്ട് ചെയ്ത് അവരെ കൊണ്ടുപോയി തട്ടിക്കളയുന്നൊരു ഒരു മാഫിയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ അനുഭവം ഞാനിവിടെ പ്ലേ ചെയ്യാം. ധർമ്മസ്ഥലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2004 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ആദ്യം കൊല്ലൂർ പോയി. കൊല്ലൂരിൽ നിന്ന് തിരിച്ച് ധർമ്മസ്ഥലയിലേക്ക്, ആ സമയത്ത് കാറൊന്നും ഇല്ലാത്ത സമയമാണ്, ബസ്സിലാണ്, KSRTC കർണാടക KSRTC ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ബാഗുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു സന്ധ്യയോടെ അടുത്തിട്ടാണ് ബസ് ട്രാവൽ ചെയ്ത് പോകുന്നത് ധർമ്മസ്ഥലയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ ഒരു കാഷായ വേഷമൊക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നതായിരുന്നു.
അപ്പോൾ അയാൾ ഞങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കരിന്തളത്താണ്, കാസർഗോഡ് ജില്ലയിൽ കരിന്തളത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. ഇയാളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ധർമ്മസ്ഥലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരേ ഉള്ളെങ്കിൽ ധർമ്മസ്ഥലയിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം വൈഫിന് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി യാത്ര ചെയ്യുന്നില്ല, ഇന്നിവിടെ താമസിക്കാൻ എന്നാൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരുപാട് നിർബന്ധിച്ചു, ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾ കേൾക്കാതെ ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലതുകൊണ്ട് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ഇറങ്ങി അവിടെ നിന്നിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റൂമാണെന്ന് ചോദിച്ചു, ഞങ്ങൾ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 650 രൂപ 700 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്, 2004 അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഈ ബാഗൊക്കെ അയാൾ തന്നെ മേടിച്ചു ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് നമ്മളെ റൂം തന്നു, 650 രൂപ വാങ്ങി. ആ സമയത്ത് ID കാർഡും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ ഒരു വല്ലാത്തൊരു റൂമാണത്. എന്താ പറയുക, നമുക്കൊരു ശരിക്കും ഒരു ജയിലർ പോലെയുള്ള റൂം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതൊന്നും വിഷയമാക്കാതെ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 പേര് നമ്മുടെ റൂമിന് ചുറ്റുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലെയാണ്. നമ്മുടെ സേഫ്റ്റിയും ഇല്ല, നമ്മുടെ പ്രൈവസിയും ഇല്ല. ആ വൈഫ് പറഞ്ഞ് നമുക്ക് പോകാം, അവിടെ നിൽക്കണ്ട, ആ സ്വാമി പറഞ്ഞത് അയാൾ പറഞ്ഞില്ലേ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ധൈര്യം കാണിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുകയൊക്കെ റൂമിനകത്തേക്ക് വരുന്നു. ഈ ആൾക്കാർ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു തരില്ല സാറേ, ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണ്, പിന്നെ എന്താ കാശ് തരാത്ത, നമ്മൾ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത നമ്മളൊരു ലോക്കായ പോലെയാണ് സംഭവം. പിന്നെ വൈഫ് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടുന്ന് അപ്പം തന്നെ ഒരു 9-10 സമയത്ത് രാത്രി ഇറങ്ങി പുറത്ത് ബാഗ് എടുത്തിട്ട് വന്നു. പൈസ തിരിച്ചു മേടിക്കാനൊന്നുമില്ല. തിരിച്ചു മേടിക്കാൻ വന്നിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് 9:25 സുബ്രഹ്മണ്യത്തേക്ക് ഒരു KSRTC ബസ്സുണ്ട്, ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യം. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് ഈ വ്യക്തി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് അവിടെ സേഫ് അല്ല, ഈ പറഞ്ഞ വർഷങ്ങളിലൊന്നും ഇപ്പോൾ പോയാലും സേഫ് അല്ല. അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ മീഡിയാസിന് വരെ ഈ ഡി ഗ്യാങ് എന്ന് പറഞ്ഞുള്ള പരട്ടകൾ കയറി അടിച്ചത്. എന്നോട് പലരും ചോദിച്ചു നീ എന്താണ്ടാളാ പോവാത്ത, നീ പോകുമെന്ന് പറഞ്ഞല്ലേ, നീ പോകും. എടേ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോവാൻ ഇത്ര സത്യം പറയാലോ പേടിയായിട്ടില്ല. ഇത് പേടി തന്നെ ഉള്ള കാര്യം പറയാലോ. കാരണം ഞാൻ ഒരു മീഡിയ അല്ല, മനസ്സിലായോ? ഇനി ഞാൻ കുറച്ച് തുടക്കം മുതൽ ഇതിൽ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട ഒരാളുമാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വീഡിയോസ് ആ ബെൽറ്റിൽ ഓടിയിട്ടുമുണ്ട്. ഇവന്മാർ സ്പോട്ട് ചെയ്ത് വെച്ച് തട്ടിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സ്കീം വേറെ ഇല്ലേ, പിന്നെ ചാനലും ഇല്ല, ഞാനും ഇല്ല, അരിയില്ല, അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി എന്ന അവസ്ഥയിലാവും. അപ്പോൾ നമ്മളെ സേഫ്റ്റി നോക്കണമല്ലോ. അപ്പോൾ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് വ്യക്തമാവട്ടെ, അതിനുശേഷം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ സേഫ് അല്ല. പോയ മീഡിയാസിന് ഒരു അടി കിട്ടി. ഒരു 6 എണ്ണത്തിന് ഈ മീഡിയാസിനെ അടിച്ച ആൾക്കാരെ ഒരു 5-6 ആളെ അങ്ങാണ്ട് അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ ഒരു വിട്ടയക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ അവിടുത്തെ സെറ്റപ്പ്, മനസ്സിലായോ? ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ വ്യക്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അവിടെ ആ 2004-2005 സമയത്താണെങ്കിൽ പോലും സേഫ് അല്ല. ഓക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒട്ടും സേഫ് അല്ല അങ്ങനത്തെ ഒരു സാഹചര്യം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം SIT ശുചീകരണ തൊഴിലാളിയും കൊണ്ടിട്ട് ഇതിൻ്റെ ചുറ്റും നടന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൻ്റെ ചുറ്റുപോറുള്ള ഈ ലോഡ്ജുകളിൽ രജിസ്റ്ററോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കൂടി ഒന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കില്ലേ? പിന്നെ അവിടെയുള്ള മിസ്സിങ് കേസുകളും ലോഡ്ജ് ഡീറ്റെയിൽസും വേണമെങ്കിൽ വെച്ച് നോക്കിയാൽ ക്രോസ് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മേ ബി അടുത്ത സ്റ്റേജിലായിരിക്കും അവരെ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടുത്തെ ലോഡ്ജിലൊക്കെ പോയി ദുരനുഭവമുള്ള ആളുകൾ ഇനിയുണ്ട്. മിസ്സായ ഒരുപാട് പേരുണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആരും ഇത് പുറത്ത് പറയില്ല. കാരണം എന്താ പറയുക, അങ്ങനത്തെ സീനാണ്, പറയില്ല അവരാരും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഉപയോഗിച്ച് ഇതേപോലുള്ള ട്രാപ്പ് പരിപാടി ചെയ്യുന്ന, സ്ത്രീവാണിഭം അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ, ഈ പരിപാടികൾ ചെയ്യുന്ന ആളുകൾ ധർമ്മസ്ഥലം ഒരു പോയിന്റ് ആക്കി. കാരണം അവിടെ ചെക്കിംഗ് ഇല്ല, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ പോലീസ് നിയമമൊന്നുമില്ല. അതിന് വേണ്ടി അവിടുത്തെ ലോഡ്ജുകൾ ഉപയോഗിച്ചതായിട്ടുള്ളൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറയില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ലോഡ്ജിൽ നിന്ന് അവർക്ക് 2004-2005 ടൈമിലുണ്ടായ അനുഭവമാണ് ഈ വ്യക്തി പറഞ്ഞത്. ശുചീകരണ തൊഴിലാളി പറയുന്നു, കല്യാണം കഴിഞ്ഞ് വന്ന ഒരാണും ഒരു പെണ്ണും 2 ആളുകളെയാണ് അവിടെ കുഴിച്ചിട്ടേന്നുള്ളത്. ഈ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അവിടെ സീനുകളുണ്ട്. ഇതാര് ചെയ്യുന്നു, ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു ഈ പരിപാടി? അവിടെയാണ് ഈ ഡി ഗ്യാങ് അടക്കമുള്ളവരെ നമ്മൾ സംശയിക്കേണ്ടത്. മനസ്സിലായോ? കാരണം ഞാൻ ആദ്യം വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോഴേ പറയുന്നുണ്ട്,
ഇത് ആദ്യം തുടങ്ങുന്ന 1-2 മെയിൻ വ്യക്തികൾ, പിന്നെ അവരുടെ ചോട്ടാ മോട്ട ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് പരിപാടി, പിന്നെ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്, പിന്നെ അതിൻ്റെ താഴെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്. ഇതൊരു ബ്രാഞ്ച് മാതിരി ഇങ്ങനെ പോവുകയാണ്. ഇതിൽ എല്ലാവരുടെയും ആവശ്യമാണ് ഈ സാധനങ്ങളൊന്നും പുറത്തു വരരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇനി വേറൊരു വ്യക്തി, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ തോന്നിട്ട് അമ്പലത്തിൻ്റെ ലോഡ്ജിൻ്റെ പേര് ഓർക്കുന്നില്ല, സാക്കേതാന്ന് തോന്നുന്നു. അവിടെ ഇത് റൂം എടുത്തിട്ട് രാത്രി നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഏതാണ്ട് ഒരു 2 മണി നേരത്ത് ഞങ്ങൾ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഇത് പുറത്തുനിന്ന് ആ ബാതിൽ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. ആ സമയത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഡോറിൻ്റെ മേൽവശത്തായിട്ട് ഒരു ഇത് വെൻറ്റിലേറ്റർ പോലുള്ള സാധനം. അപ്പോൾ ഡോറിന് ചവിട്ടി കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള കതവിനെ തുറക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ആ സംവിധാനത്തിൽ പുറത്തുനിന്ന് ആരോ ഒരു വ്യക്തി അടിക്കുന്ന ചൂല് പോലത്തെ സാധനം കൊണ്ട് ഇതിനെ തട്ടി തെറിപ്പിച്ചിട്ട് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടക്കുന്ന. ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഉള്ളിലോട്ട് ഈ വെൻറ്റിലേറ്ററിൻ്റെ മുകളിൽ കൂടിയിട്ട് വന്നിട്ട് ഈ കതവിനെ തച്ച് തെറിപ്പിക്കുന്ന ഒരു ശ്രമം എനിക്ക് കാണുന്നു ഇങ്ങനെ ഉറക്കം കണ്ണിൽ ഉണർന്നിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അലർട്ടായി, ആരടാന്ന് അത്രയേ ചോദിച്ചിട്ടുള്ളൂ. ആരടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈ പുറത്തോട്ട് പോയി സ്റ്റോപ്പായി. ആൾക്കാർ ഓടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഇത് ഓടുന്ന സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ കുറേ ഇങ്ങനെ ഈ ഞെട്ടലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ പുറത്ത് വാതിലെടുത്ത് നോക്കുമ്പോൾ ആളില്ല ആരും. പക്ഷേ ഞാൻ അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ള എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അവിടെ റൂം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ചത് ചിലപ്പോൾ ഇത് സ്വർണമോ പണമോ തട്ടിയെടുക്കാനുള്ള ശ്രമമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ആടെ നടക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒന്നുമല്ല. എൻ്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടായതുകൊണ്ട് ഈ ഉറക്കം സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ അവർ ഇത് വിചാരിച്ച് ടാർഗറ്റിന് ഒന്നുമില്ലാതെ പൊക്കുന്നതോ ഇത് ആളില്ലാതെ എന്തായിന്ന് അറിയാതെ പോലത്തെ അവസ്ഥയെ ഉണ്ടാക്കാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ ഒരു ദുരനുഭവം അന്ന് എനിക്ക് ഇത് ആടെ പോയിട്ട് റൂമാക്കിയിട്ട് നിന്നപ്പോൾ നടന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതിൽ നിന്നും വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകം പറഞ്ഞത്? കൂടെ എൻ്റെ കുഞ്ഞ്, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം മാത്രം നിന്നത്. അന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. രാത്രി ഏതാണ്ട് 2 മണി നേരത്ത്. എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്തത്? ബസ്സിലാണോ പോയത്, അല്ല വാഹനം എടുത്താണോ? യാത്ര ചെയ്തത് ബസ്സിലാണ്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്? ഏതാണ്ട് 2 മണിക്ക് രാത്രി. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിക്കും ആദ്യം കാണിച്ച വീഡിയോയിലുള്ള വ്യക്തിക്കും ഉണ്ടായതൊരു സിമിലർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ അവിടെ പോകുന്ന മീഡിയാസിനോടാണ്. ഓക്കെ. അപ്പോൾ News 18 ആണ് അവരൊരു നല്ല പരിപാടിയാണ് ചെയ്യുന്നത്. അവരൊന്നും വിടുന്നില്ല. News 18 കേരളത്തിൽ പിന്നൊന്നും വിടുന്നില്ല. അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളവിടുത്തെ ഇഫ് പോസിബിൾ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളവിടെ ഉള്ളതുകൊണ്ടും ഗ്രൗണ്ടഡ് ആയതുകൊണ്ടും നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അവിടെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ആ ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന മുമ്പ് ഉള്ള അറ്റൻഡേഴ്സോ അങ്ങനത്തെ ആളുകളുണ്ടല്ലോ ലോഡ്ജിൻ്റെ, മുതലാളിമാരോട് വെച്ചിട്ട് കാര്യമില്ല, അറ്റൻഡേഴ്സോ മാനേജേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇങ്ങനത്തെ ഇമ്മോറൽ പരിപാടികൾക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിങ്ക് കിട്ടും. അത് ത്രൂ കുറേ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ഇവർ അതിനൊക്കെ കുറിച്ച് മൂടിയിട്ടുമുണ്ട്. അത് ഉറപ്പാണ് ആ കാര്യം. അല്ല, പോസിബിലിറ്റീസ് ഹൈ ആണ്. ഓക്കെ. ഇനി ഇത് കുറച്ച് എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. അവിടുത്തെ ഹോസ്പിറ്റൽ ചുറ്റിപ്പറ്റി അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുന്ന ബോഡികളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വോയിസാണ്, ഒരു ലേഡി പറയുന്നതാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ ഇതിനു മുമ്പും എൻ്റെ കമൻറ്റ് ബോക്സിലും പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയോ ഒരു അവയവ സീൻ ഇതിനകത്തുണ്ടോ എന്നുള്ളത്. ഞാൻ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറേ കാലം മുമ്പ്, ഒരു 2003, 2004 ആ കാലത്തിലൊക്കെ എനിക്ക് അറിയായിരുന്നു. കാരണം അന്ന് ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട്
ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു 6-7 തവണ ഞാനവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്ന സാധനം വളരെ ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തവണ ഞാൻ തന്നെ അവിടെ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ആ ഹോസ്റ്റലിലെ സീനിയർ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരരുത്, അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്ന കുട്ടികളെയൊക്കെ ഇവരിങ്ങനെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നത് വളരെ കോമൺ ആണ് എന്നൊക്കെ കേട്ട്. അപ്പം നമ്മളെ നാട് അന്നും വളരെ പുരോഗമിച്ച നാടായിരുന്നത് കൊണ്ട് എനിക്കത് കേട്ടിട്ട് ഞാനത് അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പഴയ ഒരു അവരന്ന് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ആ ഒരു നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ കാട്ടിലേക്കൊക്കെ എനിക്ക് കാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ അന്നും ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടവഴിയിലെ കൂടെ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അതിലേക്കൊന്നും പോകാൻ പാടില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്തോ പ്ലംബിങ്ങിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതവർ പ്രശ്നമൊന്നുമില്ല, അവർക്കത് വളരെ സാധാരണ സംഭവമാണ്. അത് വേറൊരു സ്ഥലത്ത് കുഴിയെടുത്തിട്ട് അവർ മാറ്റി കുഴിച്ചിട്ടു. അത്രയും സിമ്പിളായിരുന്നു അവർക്ക് അന്നും ഈ സംഭവം. അവിടെ എല്ലാവർക്കും അറിയായിരുന്നു, അവരുടെ ടീച്ചേഴ്സിനെ അറിയാം, അവരെ ഹോസ്റ്റൽ വാർഡനെ അറിയാം, പിന്നെ അവരെ പ്രിൻസിപ്പളും അതുപോലെ ആൾക്കൊക്കെ അറിയാം. അപ്പോൾ ഈ കുട്ടികളെ അവർ വോൺ ചെയ്യും, അവരെ അവെയർ ആക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നിങ്ങൾ സേഫായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നല്ലാതെ അവർ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് പറയാനുള്ളത്, അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഫിസിയോളജി അനാട്ടമിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഘടാവേഴ്സ്, അതായത് മരിച്ച മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ. അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി. കാരണം ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യ ശരീരം പഠനാവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചപ്പുറത്ത് കോളേജിൽ എൻ്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു, നഴ്സിങ്ങിന് പഠിക്കുന്നത്. അപ്പോൾ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാക്കനിയാണ് ഈ ശരീരം പഠിക്കാനുള്ളത്. അപ്പോൾ 4 കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവർ പിന്നെ അനാട്ടമിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കോളേജിൽ ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ കളയും, ഡിസ്പോസ് ചെയ്യും, പുതിയത് കൊണ്ടുവരും, അങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ഇത് അവർ പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് കാര്യം കേട്ടോ. അതായത് നമ്മളൊക്കെ പഠിച്ച സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് ഈ ബോഡി കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു ബാച്ച് പഠിച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ബാച്ച് പഠിച്ചിട്ട് പോകുന്ന പരിപാടിയാണ്. അതായത് ഒന്ന് തുന്നി കൂട്ടി വെച്ചതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ആൾക്കാർ തുന്നഴിച്ച് പഠിച്ച് പിന്നെയും തുന്നി കൂട്ടി വെച്ച് പോകും. ഇതാണ് പരിപാടി. പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റൽ കുട്ടികൾക്ക് മാത്രം വളരെ ഈസി ആയിട്ട് ബോഡി ഒക്കെ കിട്ടുന്നുണ്ട്, ആക്സസ് ചെയ്യാൻ വളരെ സുഖമാണ്. അവർ ഇഷ്ടം പോലെ ഒരു ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. 2 പോസിബിലിറ്റിയാണ് ഇതിന്. ഒന്നില്ലെങ്കിൽ അവിടെ വരുന്ന ക്ഷേത്രമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്ന കുറേ യാചകരുണ്ടല്ലോ, അവിടെ ഭിക്ഷാടനം പാടില്ല എന്നുള്ളൊരു നിയമം അവർക്കുണ്ട്. അപ്പോൾ ഭിക്ഷാടനം ചെയ്യുന്നവരെ വരെന്ത് ചെയ്യും, ആദ്യം ഒരു ബസ് കയറ്റി ദൂരത്തെ എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കും, പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഫ്രീ ഫുഡും താമസം കിട്ടുന്ന സ്ഥലമല്ലേ, ഇവർ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അടിച്ചോടിച്ച് തല്ലിക്കൊന്ന് സെറ്റപ്പ് ആക്കുന്നൊരു പരിപാടി അവിടെ ഉണ്ട്. അത് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആരോരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകളെ തട്ടി ഇവർ കുട്ടികൾക്ക് പഠിക്കാൻ ഇട്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിലും ആരോരും ഇല്ലാത്ത ആളുകളല്ലേ, അതിനകത്തുള്ളതൊക്കെ വലിച്ചു പറിച്ച് അവർക്ക് വിറ്റുകൂടെ? ഒരു മനുഷ്യൻ്റെ ദേഹത്ത് നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് അവർക്ക് വിറ്റുകൂടെ? ചെയ്യാം. അടുത്ത ഇവരെന്നെ പറയുന്ന വേറൊരു വോയിസും കൂടിയുണ്ട്. അപ്പോൾ ഒരു തവണ ഈ ബോഡിയൊക്കെ വെക്കുന്ന ഈ ഫിസിയോളജി അനാട്ടമി ലാബിലൊക്കെ ഇവർ നിർത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ അതിലൊരു അണ്ണൻ്റെ പേര് പറഞ്ഞായിരുന്നു. ആ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പം. ഈ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കള്ളു കുടിച്ചിട്ട് പകുതി ഇൻ പകുതി ഔട്ട് അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എന്നെ അറിയില്ല എന്താ ചുറ്റാൻ നടക്കുന്നതെന്ന്. എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല ഫുള്ളായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് അയാൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലത്തിലും അവരയാൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏരിയാസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഹയർ ചെയ്യുക. പ്രൊഫസേഴ്സൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അതിനപ്പുറമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഇംഗ്ലീഷൊന്നും പറയത്തുമില്ല, അവർ കന്നഡ മാത്രമേ പറയുള്ളൂ.
അപ്പം ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്ന് പഠിക്കുന്നുണ്ടല്ലോ കുറേ, നേപ്പാളിൽ നിന്ന് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അന്ന്, ഇന്ന് എനിക്കറിയില്ല. കാരണം ചില കോഴ്സസ് അവിടെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ലാബ് അറ്റൻഡൻ്റ് ആയിട്ടുള്ള ഇയാൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ബോഡി അവർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡൻറ്റ് പറഞ്ഞു അത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടത്തുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന്. അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തതെന്ന്. അപ്പോൾ അവർക്ക് ദേഷ്യമുള്ള ആൾക്കാരെയും അവരിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, പിന്നെ അവിടെ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടി അവർ കൊല്ലാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത്. കേട്ടല്ലോ, ഇവിടെയാണ് എൻ്റെ സംശയം കൂടി വരുന്നത്. അതായത് ഒരു അവയവ മാഫിയ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. ഇപ്പോൾ വെറുതെ കുറേ കൊലപാതകം നടത്തിയ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സുഖത്തിന് വേണ്ടി ഇങ്ങനെ സ്ത്രീകൾ കുട്ടികളെ ആസ്പെക്റ്റിൽ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഇതിൽ പുരുഷന്മാരായ വ്യക്തികളുണ്ട്, ഓൾഡായിട്ടുള്ള ആളുകളുണ്ട്, ഭിക്ഷാടകരുണ്ട്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് വീണ്ടും ഡൗട്ട് വരികയാണ്. ഒരു തരം മനുഷ്യക്കുരുതി നടത്തി അതിനകത്തുനിന്ന് ഈ പറഞ്ഞ ഓർഗൻസൊക്കെ എടുത്ത് ആ സെറ്റപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. കാരണം ഹെവി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായോ? കണ്ടമാനം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. റെക്രോസ് എനിക്ക് തോന്നുന്നത് കർണാടകയിലും ഇന്ത്യയിലൊക്കെ അവയവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഡിമാൻഡുള്ളൊരു സമയമാണ്. ഈ തുടക്ക സമയങ്ങളിൽ ഇപ്പോഴൊക്കെ ഭയങ്കര ഹൈ ഡിമാൻഡാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെത്ര ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും ചെയ്യുകയാണ്. ഇഫ് ഇൻ കേസ് അങ്ങനെ സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റൊക്കെ അന്വേഷിക്കേണ്ടതാണ് ധർമ്മസ്ഥലയിൽ ഒന്നും വിടാൻ പാടില്ല. പരമാവധി എല്ലാ ആസ്പെക്ട്സും ചെക്ക് ചെയ്യണം. കാരണം അടിമുടി ദുരൂഹതയാണ്. അവിടെ ഓടുന്ന ഓട്ടോറിക്ഷ മുതൽ അവിടുത്തെ മെഡിക്കൽ കോളേജ് വരെ ദുരൂഹതയിലാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ SIT കൃത്യമായിട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ പ്രതീക്ഷ കുറേയൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ മുഖം മറിച്ചിട്ടുള്ള ഈ ശുചീകരണ തൊഴിലാളിനെ നമ്മൾ കാണുന്നത്, പേരറിയില്ല, ആളാരാന്നറിയില്ല, ഐഡൻറ്റിറ്റി ഇല്ല. അയാളുണ്ടോ, അയാൾ തന്നെയാണോ, അയാളെ മാറ്റും, ഹൂ നോസ്, ആർക്കറിയാം. 13ാമത്തെ പോയിന്റിൽ ഇവർ പോകുന്നുമില്ല. അതിന് മുമ്പേ ചാടി പിടിച്ച് അവർ അമ്പലത്തിൻ്റെ പ്രമൈസിൽ പോവുകയും ചെയ്തു. വലിയ അത്രയ്ക്ക് കാര്യങ്ങൾ പോവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളി മറവ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഐ വിറ്റ്നസ്സുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ശുചീകരണ തൊഴിലാളി ഇതേപോലെ ബോഡി മറവ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ഹോപ്പുള്ളത്. ഓക്കെ, അല്ലാത്ത പക്ഷം ഇതിൻ്റെയൊക്കെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം നമുക്കിനി ഒരു ക്രിസ്റ്റൽ ക്ലിയർ അപ്ഡേറ്റ് ഈ കാര്യത്തിൽ കിട്ടുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ബൈ ദ വേ, ഞാൻ പോണ കാര്യം ഇത്രയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോകണോടെ നിങ്ങളെന്നത് പറ, പോകണമെന്ന് കുഴപ്പമില്ല, പക്ഷേ പോയ ജീവനോടുകൂടി വരുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ജീവൻ പോട്ട്, കൈയും കാലും ഒടിച്ചു വിട്ടാലോ വല്ല വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നിങ്ങൾ. നമുക്കവിടെ പോയ പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ പോകില്ല. പിന്നെ അവിടുത്തെ ലോക്കൽസ് എന്നോട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പോകാൻ തോന്നുന്നില്ല. അതാണ് എനിക്ക് ഒരു സ്ഥലത്തും ഇങ്ങനെ അതിന് മുന്നേ തോന്നി, പക്ഷേ ഇവിടെ എനിക്ക് പോകാൻ തോന്നുന്നില്ല മക്കളെ.